ഗായ്സ് അപ്പൊ ഫവാസ് നമ്മളിന്ന് പോണേ തുറക്കലപ്പം കഴിക്കാനാണ്. പിന്നെ അവിടെ നമ്മൾ കാണാം. വേറെ ഒരു പ്രശ്നമുണ്ട്, അത് സാധനം എടുക്കുമ്പോൾ കഴിയും അങ്ങനെയൊക്കെ സാധനം പെട്ടെന്ന് കഴിയുമല്ല. ഏതായാലും ഞങ്ങൾ അവിടെ എത്താനായിരിക്കണം. ഭാഗ്യം ഉണ്ടായി നമ്മൾ കാണാം. അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഫ്ലൈറ്റ് വേറെ ആരൊക്കെ പറഞ്ഞു തരുന്നത് നേരം വെച്ചാൽ സാധനം കിട്ടില്ലെന്നൊക്കെ പറയുന്നു. അറിയില്ല, ഏതാ ബാക്കിൽ മറ്റൊരു ബാക്കിലുണ്ട്. അപ്പൊ കുറെ പേര് പറഞ്ഞു അവിടുത്തെ തുറക്കലപ്പം ഞങ്ങളാദ്യമായിട്ട് ഇങ്ങനെ പേര് കേൾക്കുന്നു. പക്ഷെ നല്ല അടിപൊളി സാധനം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്തോ, കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായിട്ടോ. ഗായ്സ് നമ്മളവിടെ എത്തിയിട്ട് സ്പോട്ട് എത്തിയിട്ടാണ് കട. തുറക്കലാ തുറക്കൽ. ഗായ്സ് വേറൊരു പ്രശ്നം ഉണ്ടായി. ഞങ്ങളിവിടെ എത്തിയപ്പോ സാധനം തീർന്നിട്ടെന്നാ പറഞ്ഞത്. പക്ഷെ എന്താ ഒരു മണിക്കൂറില്ല, അത് ഓരോ അരമണിക്കൂറിലാണ് സാധനം എത്തുന്നത്. നമ്മൾ ആദ്യം ബുക്ക് ചെയ്യണത്, നമുക്ക് എത്ര പീസ് വേണമെന്നുള്ള അവരോട് പറയണത്. ഇപ്പൊ സാധനം തീർന്നത്ര, കുറച്ച് കഴിഞ്ഞാല് സാധനം എത്തുന്നതാണ്. ഏതായാലും ഞങ്ങളിവിടെ കുറച്ചേരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, എത്തിയിട്ട് കാണാം. സാധനം കിട്ടി. നമ്മൾ 20 പീസ് പറഞ്ഞു, നമുക്ക് ഇന്നിട്ട് 10 പീസേ കിട്ടിയിട്ടുള്ളൂ ഗൈസ്. അത്രക്ക് സാധനം ഡിമാൻഡാണ്. അപ്പൊ നമ്മൾ തുറന്നു നോക്കാണ് എന്താന്നുള്ളത്. എന്താന്ന് അറിയത്തില്ല. ചൂടുണ്ടാ കഴിച്ചോട്ടാ. എന്താ ഉള്ളിൽ വരുന്നത് ഇതെന്താണ്? പിന്നെ ചമ്മന്തി ഉണ്ട്. പിന്നെ ഇന്നെന്താ കഴിച്ചിട്ടുണ്ടോ? ചമ്മന്തി ഉണ്ട്, മയോണൈസ് ഉണ്ട്, അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ കഴിച്ചിട്ട് അപ്പൊ ഞാനിത് കഴിച്ചു നോക്കിട്ടാ. വലിയ പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും ഇതിനുള്ളിൽ എന്തൊക്കെ ഒരു ചട്നി, ചമ്മന്തി, ഇത് പൂരി എന്നൊക്കെ പറയല. പൂരിന്റെ ഉള്ളിലാ, ഇതിന്റെ ഉള്ളിലാക്കിയാന്ന് കാട്ടാം. പീസ് കഴിച്ചാൽ നമ്മളിപ്പോ പൂരിന്റെ ഉള്ളിൽ എന്തെങ്കിലും മസാല ഉണ്ടാവും. അങ്ങനെ എനിക്ക് നോർമല് പിന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ ഇതിന് ഭയങ്കര ഡിമാൻഡാന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ. നമ്മുടെ കൂടെ വന്നൊരു നല്ല രീതിയിലെട്ടാ. എനിക്ക് ഞങ്ങള് ചായ പറഞ്ഞു, അതൊന്നും കുടിക്കാതെ എത്രയുമേക്കാൾ മുൻപ് സാധനം ഇവിടെ ഉള്ളയിക്കിട്. അപ്പൊ ഗായ്സ് ഞങ്ങള് സാധനം തിന്നോക്കി, വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും നിങ്ങളെല്ലാരും ഇത് കാണുന്നവരെല്ലാരും ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക, കഴിച്ചു നോക്കുക. എന്താ അവസ്ഥ? അത് മാത്രമല്ല വേറെ പല ഐറ്റം കടികളുണ്ട്. ലൊക്കേഷൻ വേണ്ടി തന്നെ കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് തയ്യാറെന്ന് നമ്മളെ എസ്റ്റേറ്റ് പീടി റോഡ് വരാം. തെന്നാലിന്റെ റൈറ്റ് നമ്മളെ മണലപ്പുഴന്റെ ഉള്ളിലോട്ട് പോകുന്നത്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. കുറേ ടൈമായി, ഇവിടുന്ന് ഞങ്ങൾ നാട്ടിൽ തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.